ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിൻ്റെ വഴികളിലൂടെ, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലൂടെ, അല്ലെങ്കിൽ ദൈവത്തിന് ചേരുന്ന വഴികളിലൂടെ നടക്കണം എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. കാരണം എങ്കിലേ അവൻ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടവനായതുകൊണ്ട് ദൈവത്തിലേക്ക് തിരിച്ച് ചെല്ലുകയുള്ളൂ. ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട അവൻ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവത്തെ നഷ്ടപ്പെടുവാൻ സൃഷ്ടിച്ചവനായ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അത് സൃഷ്ടിച്ചവനായ ദൈവത്തിന് വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യം മണപ്രകാരം അകന്നു പോയാൽ. അതുകൊണ്ട് ദൈവം എപ്പോഴും അവൻ്റെ കൂടെയുണ്ട്, നമ്മുടെ ഓരോരുത്തരുടെയും കൂടെയുണ്ട്. നാം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ആ തിരിച്ചറിവാണ് ഈ ദൈവിക ചിന്ത, അല്ലെങ്കിൽ ഗോഡ് അവയർനെസ്, ദൈവിക അവബോധം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ആ ദൈവത്തെ ഓർത്ത് നമുക്ക് നടന്നാൽ, ദൈവത്തെ ഓർത്ത് ജീവിച്ചാൽ, ദൈവത്തെ ഓർത്ത് ശ്വസിച്ചാൽ നമുക്ക് ശ്വസിക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല, നടക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല, ജീവിക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. ദൈവത്തെ മറന്ന് നാം ശ്വസിക്കുമ്പോഴും നടക്കുമ്പോഴും ജീവിക്കുമ്പോഴുമാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് എന്ന് മറക്കാതിരിക്കുക. ഈ ദൈവം സൃഷ്ടിച്ച ലോകത്തിൻ്റെ രീതി പക്ഷെ അതല്ല. ആ ലോകത്തിന് മനുഷ്യരെ എങ്ങനെയെങ്കിലും ലോകത്തിൻ്റെ പരിധിയിലാക്കുക, ലോകത്തിൻ്റെ വഴിയിലാക്കുക എന്നുള്ളതാണ് ലോകത്തിൻ്റെ ആഗ്രഹവും ആവശ്യവും. ഒരു കാര്യം ലോകത്തിന് നന്നായിട്ടറിയാം, ലോകത്തിൽ ആയിരിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ വഴിയിലൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ ദൈവത്തിലായിരുന്നാൽ പറ്റില്ല. അതുകൊണ്ട് ദൈവത്തിലായിരിക്കുന്ന മനുഷ്യന് എങ്ങനെയെങ്കിലും ലോകത്തിൻ്റെ വഴിയിലൂടെ കൊണ്ടുവരാനായിട്ട് ലോകം കിണഞ്ഞ് പരിശ്രമിക്കും, യാതൊരു സംശയമില്ല. അങ്ങനെ ലോകത്തിൻ്റെ വഴിയിൽ പെട്ടുപോയാൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. അതാണ് നാം കാണുന്ന വലിയ ദുരന്തം ഈ കാലഘട്ടത്തിൽ. പക്ഷെ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവത്തെ ഓർത്തുകൊണ്ടും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടും ദൈവത്തിൻ്റെ കരുണയിലും ജീവിക്കാൻ മനുഷ്യന് കഴിയും. കാരണം നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മെ കേട്ടുകൊണ്ടിരിക്കുന്ന, നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നാം നഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരു ദൈവമായതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും നാം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കും എന്നുള്ള കാര്യം മറക്കരുത്. പക്ഷേ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ നമ്മെ വലിച്ചിഴയ്ക്കുന്ന ഒരു ലോകമുണ്ട്, ജഡത്തിൻ്റെ ഒരു ലോകമാണ്. ആ ലോകത്തിൻ്റെ പ്രത്യേകതകളാണ് പണവും പ്രതാപവും വഴിവിട്ട സുഖഭോഗങ്ങളും പ്രകൃതി വിരുദ്ധ രീതികളും എല്ലാം. അപ്പം ദൈവം സൃഷ്ടിച്ച പ്രകൃതിയെ നശിപ്പിക്കുന്ന, ദൈവം സൃഷ്ടിച്ച പ്രകൃതത്തെ നശിപ്പിക്കുന്ന, വഴിവിട്ട അതിരുകടന്ന ഏത് ജീവിതശൈലിയെയും ദൈവത്തെ വേദനിപ്പിക്കുന്നതാണ്, പക്ഷെ ലോകത്തെ സന്തോഷിപ്പിക്കുന്നതാണ്. ലോകത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ദൈവത്തെ വേദനിപ്പിക്കണമോ, അതോ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ലോകത്തെ അല്പം വേദനിപ്പിക്കണമോ എന്ന് മാത്രം നമ്മൾ തിരഞ്ഞെടുപ്പ് നടത്തിയാൽ മതി. ജീവിതം വളരെ സുഖകരമായിരിക്കും. കാരണം ഈ ലോകത്തിലായിരുന്നു കൊണ്ട് തന്നെ ദൈവത്തെ ഓർത്ത് ജീവിക്കാൻ സാധിക്കും എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പിൽ. അങ്ങനെ ഈ ലോകത്ത് ജീവിച്ച് കടന്നുപോയിട്ടുള്ള ഒരുപാട് പേര്, നമ്മുടെ പ്രിയപ്പെട്ട പല മാതാപിതാക്കന്മാരെയും നമുക്ക് തന്നെ അറിയാം, ഒരുപാട് പേരെ നമുക്ക് തന്നെ അറിയാവുന്നതാണ്. പക്ഷെ ഇന്ന് കാണുന്ന ഒരു ട്രെൻഡ് പൊതുവെ ഈ ലോകത്തിൻ്റെ സന്തോഷം ഏറ്റുവാങ്ങാൻ വേണ്ടി ദൈവത്തെ കോംപ്രമൈസ് ചെയ്യുന്ന രീതിയാണ്. ദൈവത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ലോകത്തെ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്ന രീതി കാണുന്നില്ല. അവിടെയാണ് നമുക്ക് തെറ്റ് പറ്റുന്നതും നമ്മൾ വീണു പോകുന്നത്. അതുകൊണ്ട് ഈ ജീവിതത്തിൻ്റെ ആ പരമമായിട്ടുള്ള ഒരു അർത്ഥം എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട്, ഈ ജീവിതത്തിൻ്റെ നശ്വരത ഓർത്തുകൊണ്ട്, ഈ ജീവിതം ഇത്രയൊക്കെ ഉള്ളൂ എന്ന് തിരിച്ചറിവോടുകൂടി, ഈ ലോകത്തെ ജീവിതം ഇത്രയേ ഉള്ളൂ എന്നും, എന്നാൽ ഈ ലോകത്തെ ജീവിതത്തിനപ്പുറത്ത്
ഒരിക്കലും മരിക്കാത്ത ഒരു ജീവിതം നിത്യത ഉണ്ട് എന്നുള്ള ഒരു ചിന്തയോടുകൂടി ജീവിക്കാൻ പരിശ്രമിച്ചാൽ നമുക്ക് വലിയ വീഴ്ചകൾ ഉണ്ടാവില്ല. ചെറിയ വീഴ്ചകൾ എപ്പോഴും മനുഷ്യനെന്ന നിലയ്ക്ക് ഉണ്ടായേക്കാം, ഉണ്ടാവണം നിർബന്ധമില്ല. പക്ഷെ ആ ചെറിയ വീഴ്ചകൾ ഉണ്ടാകുമ്പോഴും നമ്മൾ എഴുന്നേക്കാൻ എളുപ്പമുണ്ടാകും. നമ്മൾ കയ്യിലൊരു പേന പിടിച്ചാൽ ആ പേന കയ്യിൽ നിന്ന് വീണുപോയാലും അത് കയ്യിലേക്ക് തന്നെ വീഴുന്നു. അതുപോലെ ദൈവത്തിൻ്റെ കയ്യിൽ തന്നെ അപ്പോഴും ഉണ്ടാവും. നേരെ മറിച്ച് വലിയ വീഴ്ചയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളിൽ നിന്ന് കയ്യിൽ നിന്നും പേന തെന്നിപ്പോകുന്ന മാതിരി ദൈവത്തിൽ നിന്നും വിട്ടുപോകലാണ്. അങ്ങനെ ദൈവത്തെ നാം ഉപേക്ഷിക്കാതെ, ദൈവത്തിൽ നിന്നും അകന്നു പോകാതെ, ദൈവത്തെ വേദനിപ്പിക്കാതെ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ നമുക്കും സന്തോഷമുണ്ടാവും. നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ ലോകത്തും നാം സന്തോഷം ഉണ്ടാക്കും. നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് നാം എന്നും ഒരു അനുഗ്രഹവുമായിരിക്കും. കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാവർക്കും അനുഗ്രഹമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യനായ നമ്മുടെ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കും എപ്പോഴും ഒരു അനുഗ്രഹം തന്നെ ആയിരിക്കണം. വേദനയായിരിക്കരുത്, ശാപമായിരിക്കരുത്, ദുഃഖമായിരിക്കരുത്, അസ്വസ്ഥതയായിരിക്കരുത്, സങ്കടമായിരിക്കരുത്, പേടിയായിരിക്കരുത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.